വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആക്രമണത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. എന്തും ഏറ്റുവാങ്ങാൻ. അവസാനം DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അതിശക്തമായ പോലീസ് ആക്രമണത്തിന് ശിവദാസ് മേനോൻ്റെ എൻ്റെ പുറത്ത് മുഴുവൻ തൊലിയും അന്ന് പോലീസ് അടിച്ച് നിരപ്പാക്കിയതാണ്. പക്ഷേ അത് കൊള്ളാൻ, ഏത് മർദ്ദനത്തെയും ഏറ്റുവാങ്ങാൻ, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ ഉള്ള ധൈര്യം എനിക്കുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയിലൂടെ വളർന്നു വന്ന് കേരള രാഷ്ട്രീയത്തിലെ ഉറച്ച ശബ്ദം, ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും ശക്തനായ ജനപ്രതിനിധി, ആലത്തൂരിന്റെ സ്വന്തം KD പ്രസന്നൻ ചേട്ടൻ. ചേട്ടാ, ഒരുപാട് സന്തോഷം. നമസ്കാരം. ശരിക്കും ഒരു MLA എന്ന് പറയുന്ന സമയത്ത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ജനപ്രതിനിധിയാണ്. അത് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആലത്തൂരിൽ നിന്ന് ജയിച്ച ആലത്തൂരിന്റെ ജനപ്രതിനിധി. 2 ടേമില് ജയിച്ചു. ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളും. പക്ഷെ ഇത്രയൊക്കെ വളർന്നു വന്ന ഒരു ജനപ്രതിനിധി തീർച്ചയായിട്ടും ലീഡർഷിപ്പ് അൺഫിൽറ്റേർഡ് എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് ആ അൺഫിൽറ്റേർഡ് വേർഷൻ തുടങ്ങിയ സമയം മുതലാണ്. അതായത് എന്ന് മുതലാണ് നമ്മുടെ ഈ ഒരു രാഷ്ട്രീയം മനസ്സിലേക്ക് വന്നത് എന്ന് മുതലാണ്. അത് സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയായിരുന്നു. സ്വാഭാവികമായും ജനിച്ച നിമിഷം മുതൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒരാളാണ്. എൻ്റെ മുത്തച്ഛൻ ഇതേ മണ്ഡലത്തിൽ 25 വർഷക്കാലം MLA ആയിരുന്നു. മദ്രാസ് അസംബ്ലിയിൽ 5 വർഷവും കേരള നിയമസഭയിൽ 20 വർഷം. അദ്ദേഹത്തിൻ്റെ ഏക മകൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ ഒരു പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ശക്തമായ ഒരു അധ്യാപക സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം എൻ്റെ പ്രൈമറി വിദ്യാലയത്തിൻ്റെ കവാടം ഉപരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കുട്ടികൾ അണിനിരന്ന ഒരനുഭവം എനിക്ക്. അന്ന് മുതിർന്നവരെയെല്ലാം അടിയന്തരാവസ്ഥയുടെ ഏതാണ്ട് സമാപനം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണെങ്കിലും അടിയന്തരാവസ്ഥ ആരംഭിക്കുന്ന അതിനുശേഷമുള്ള ഒരു കാലത്താണ്. ഒന്നും അറിയാതെ ആ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. അന്ന് സമരത്തിൽ പങ്കെടുത്ത ഒരു ഏക അധ്യാപകനെ പിന്തുണച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം കുട്ടികൾ അണിനിരന്നത്. പിന്നീട് അപ്പർ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമരം കണ്ട് പേടിച്ചോടിയ ആളാണ് ഞാൻ. സമരം ചെയ്യാൻ വന്ന ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ കണ്ട് പേടിച്ച് ബഹുദൂരം ഓടി. ഭയങ്കര അപകടകരമായ അവസ്ഥയാണ് സമരം എന്ന് ധരിച്ചിരുന്ന ഒരാളാണ്. ഹൈസ്കൂളിലെത്തിയപ്പോഴേക്കും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി. പക്ഷേ അന്ന് സജീവമാവാൻ എനിക്കതിനുള്ള ശാരീരിക യോഗ്യത ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏറ്റവും ചെറിയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. പ്രായത്തിൽ വളരെ ഇളം പ്രായം. അന്നെല്ലാം ഹൈസ്കൂളുകൾ ക്ലാസ്സിൽ വരുന്നത് 20 വയസ്സുള്ളവരെല്ലാം ഹൈസ്കൂളിൽ പഠനത്തിന് വരുന്ന ഒരു സമയത്തായിരുന്നു. എൻ്റെ ലീഡർമാരായിരുന്നവരെല്ലാം ഏതാണ്ട് ആ പ്രായക്കാരായിരുന്നു, 18, 19, 20 വയസ്സുള്ളവർ. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നെ ശ്രദ്ധിക്കുകയായിരുന്നില്ല. പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അവർ തരുമായിരുന്നില്ല. പക്ഷെ മുദ്രാവാക്യം വിളിക്കാൻ, വളരെ മനോഹരമായി മുദ്രാവാക്യം വിളിക്കാൻ, അക്ഷരത്തെറ്റില്ലാതെ മുദ്രാവാക്യം എഴുതാൻ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നെ സ്വാഭാവികമായും അവർ കൂടെ ചേർത്തിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ വളരെ സജീവമായ രംഗത്ത് വന്നു. പ്രീ ഡിഗ്രി കാലത്ത് തന്നെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 11 വർഷക്കാലം SFIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. ഡിഗ്രി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഞാൻ പൂർണ്ണസമയ പ്രവർത്തകനായി വിദ്യാർത്ഥി രംഗത്ത് താമസിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റിൽ നിന്ന് തന്നെ കിട്ടി നമുക്ക് ആ ഒരു രീതി. ഇപ്പം ഈ ഒരു സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അധ്യാപകന് വേണ്ടി നമ്മൾ സമരത്തിന് വേണ്ടി മുന്നോട്ട് വന്നു. അതേ കുട്ടി തന്നെ കുറച്ച് കഴിഞ്ഞപ്പം സമരത്തെ കണ്ട് പേടി ഓടിച്ചു എന്നും പറഞ്ഞു. ആ സമയത്തൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നിന്നുള്ളൊരു റെസ്പോൺസ്? കാരണം ഒരെണ്ണം സപ്പോർട്ട് ചെയ്തു, മറ്റൊരു നമ്മൾ പേടിച്ചോടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു മോട്ടിവേഷൻ ഒക്കെ പറയുമല്ലോ, ഇങ്ങനെയല്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അല്ല, സത്യത്തിൽ അത് ആ പ്രൈമറി ക്ലാസ്സിലെ സമരത്തിൽ മാത്രമാണ് രക്ഷിതാക്കളുടെ നിർദ്ദേശപ്രകാരം ഞാൻ സമരത്തിൽ പങ്കെടുക്കുന്നത്. മറ്റെല്ലാം എനിക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാൻ, ഏത് പ്രവർത്തനത്തിലും പങ്കെടുക്കാൻ പരിപൂർണമായ സ്വാതന്ത്ര്യം അനുവദിച്ച ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് SFIയിൽ എങ്ങനെ സജീവമാവണം, സമരത്തെ പേടിക്കണം, അല്ലെങ്കിൽ സമരത്തിൽ എങ്ങനെ പ്രതികരിക്കണം, ഒന്നിനും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഞാൻ പോയത്. അല്ലാതെ രക്ഷിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ പങ്കെടുക്കുകയല്ല. അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ SFIയുടെ
കാൻഡിഡേറ്റായി അല്ലെങ്കിൽ എസ്.എഫ്.ഐയുടെ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് എൻ്റെ മുത്തശ്ശൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം എൻ്റെ മുത്തശ്ശനാണെന്നോ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് ഞാനെന്നോ ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിക്കുമ്പോൾ പോലും ഉത്തരവാദപ്പെട്ട പല നേതാക്കൾക്ക് പറയുമായിരുന്നില്ല. കാരണം ഞങ്ങൾ തികച്ചും കോമ്രേഡ്സ് ആയിട്ടാണ് അവിടെ പെരുമാറിയിരുന്നത്, പ്രവർത്തിച്ചു. ഞാൻ ഓഫീസിൽ കിടക്കും, മുത്തശ്ശൻ അദ്ദേഹം വാടകയ്ക്കെടുത്ത വീട്ടിലാണ് പോയി അന്തി ഉറങ്ങുക. അങ്ങനെ ഒരു അപ്പോൾ ഒരു തരത്തിലും കുടുംബപരമായ ഓരോ പിന്തുണയോ അല്ലെങ്കിൽ ആ സപ്പോർട്ടിലോ അല്ല ഞാൻ ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നത്. കാരണം ഒരുപാട് പേരക്കുട്ടികൾ മുത്തശ്ശനുണ്ടായിരുന്നു. അവരിൽ ഞാൻ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നത്. മറ്റുള്ളവർ സ്വാഭാവികം. സ്വാഭാവികമായിട്ടും മുത്തശ്ശനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ എടുത്തു പറയുന്ന കാര്യത്തിലുണ്ടല്ലോ. കാരണം നമ്മളെപ്പോഴും പറയും നമ്മളുടെ മുത്തശ്ശൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് എടുക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ ഇവിടെ സ്വാഭാവികമായിട്ടും മുത്തശ്ശന്റെ പേരക്കുട്ടിയാണ് എന്ന് അറിയാതെയാണ് തുടക്കകാലങ്ങളിലേന്ന് വന്നത്. അപ്പൊ എന്താണ് മുത്തശ്ശനിൽ നിന്ന് ഏറ്റവും നമുക്ക് അഡ്മയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ? മുത്തശ്ശനിൽ നിന്ന് പഠിച്ചെടുത്തത് എന്താന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ മുത്തച്ഛൻ ഇത്ര വലിയ ആളാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഒരു കുറിയ മനുഷ്യൻ, ഒരു തരത്തിലുമുള്ള മറ്റ് ഒരു കാണാനോ മറ്റൊന്നും ഒരു ഭംഗിയോ അല്ലെങ്കിൽ വാചാലനായ പ്രാസംഗികനോ ഒന്നുമല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിരുന്നത്. വളരെ സൗമ്യനായിരുന്നു. പക്ഷേ അതേ സമയത്ത് വളരെ താനെടുത്ത നിലപാടിൽ അദ്ദേഹം മടിയുറച്ചു നിൽക്കുമായിരുന്നു. അത് ജീവിതത്തിലെമ്പാടും എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ പരിപൂർണമായും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അന്ത്യനാളുകളിൽ നിരവധി ആശുപത്രികളിൽ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചിരുന്നത്. മരണത്തിൻ്റെ അവസാന നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ആ നിശ്ചയദാർഢ്യവും സൗമ്യതയും എല്ലാം ഒരുപോലെ ബോധ്യപ്പെട്ടതാണ്. ആ സൗമ്യതയും സത്യസന്ധതയുമാണ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പഠനകാലങ്ങളിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടതും കണ്ടു വളർന്നതും ഒന്നും അല്ല രാഷ്ട്രീയം, വേറെ തലത്തിലേക്ക് പോകുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഇലക്ഷൻ ക്യാമ്പയിന് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോളേജ് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ തലമാണ്. അപ്പം അങ്ങനെ ഇറങ്ങുന്ന സമയത്തുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു? എസ്പെഷ്യലി കോംറേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ധൈര്യം, ആത്മവിശ്വാസത്തിന്റെ ഒക്കെ പ്രതീകങ്ങളാണ്. തീർച്ചയായിട്ടും എൻ്റെ കോളേജ് ക്യാമ്പസിനകത്ത് ഞങ്ങൾ KSUവിനായിരുന്നു ഭൂരിപക്ഷം ഞങ്ങൾ പഠനകാലത്ത്. പക്ഷേ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ജനറൽ സെക്രട്ടറിയായി മത്സരിച്ചു. ആ ജനറൽ സെക്രട്ടറിയായി മത്സരിച്ചപ്പോൾ ഒരു തരത്തിൽ എല്ലാവർക്കും ഭയമാണ്, എന്തായാലും യൂണിയൻ കിട്ടില്ല എന്നാണ്. പക്ഷേ ഞങ്ങൾ ആ യൂണിയൻ പിടിച്ചു. ഞാൻ ജയിച്ചു, ചെയർമാൻ ജയിച്ചു, ഞങ്ങൾ ഭൂരിപക്ഷം റെപ്രസെൻറ്റേറ്റീവ്സ് ജയിച്ചു. ആദ്യമായി കാസ്റ്റിംഗ് വോട്ടിലൂടെ യൂണിയൻ പിടിച്ചതാണ് ആലത്തൂർ SN കോളേജിൻ്റെ ചരിത്രം. ചെയർമാൻ ഞങ്ങളായിരുന്നു എന്നുള്ളതുകൊണ്ട് തുല്യ വോട്ട് വന്നപ്പോൾ ചെയർമാൻ്റെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ച് യൂണിയൻ ഭരണത്തിലേക്ക് ഞങ്ങൾ വലിയ കോൺഫിഡൻസ് ആയിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ആ കോളേജിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഞാൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ എക്സിക്യൂട്ടീവും ഒക്കെ ആയി ജില്ലയെ പ്രതിനിധീകരിച്ച് പോയി. അപ്പോൾ പിന്നീട് എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിടത്ത് എനിക്കൊരു പ്രത്യേകത തോന്നിയത് അതാത് സ്ഥലത്തെ എല്ലാ മത്സരവേദിയിലും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു എന്നതാണ്. അത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴും ഗ്രാമപഞ്ചായത്ത് മെമ്പറായി മത്സരിച്ചപ്പോഴും എല്ലാം ആ വാർഡിലെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെയും എല്ലാം ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് വന്നു. ഈ ആലത്തൂർ അസംബ്ലി മണ്ഡലം തന്നെ പുതിയ മണ്ഡലമായി രൂപം കൊടുത്തതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഞാൻ മത്സരിച്ചപ്പോൾ 36,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ വലിയ കോൺഫിഡൻസ് തന്നെയാണ്, ജനങ്ങളിലാണ് എനിക്ക് വിശ്വാസം. നമ്മളിനി കോംറേഡ് എന്ന് പറയുന്ന സമയത്ത്, ഞാൻ ഈ ഒരു ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശക്തനായ നേതാവ്. ശക്തൻ മാത്രമല്ല, വളരെ കുലീനമായ ഒരു എന്താ പറയുക, സൗമ്യനായ ഒരു നേതാവും കൂടിയാണ്. ഇതിപ്പോ നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് നമുക്ക് പല സമയത്തും ഒരു ഹീറോയിസം ഒക്കെ എടുക്കേണ്ട ഒരു സമയമുണ്ട്. എസ്പെഷ്യലി ഈ SFI എന്നൊക്കെ പറയുമ്പോൾ തന്നെ ധൈര്യമാണ് നമ്മൾ മുന്നോട്ട് ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏത് മോഡാണ് നമ്മൾ എടുക്കുന്നത്? കാരണം ഒരു സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കാണിക്കണമല്ലോ. അതല്ല, അതിൽ യഥാർത്ഥത്തിൽ ധൈര്യം എന്ന് പറയുന്നത് എന്തിനേയും നേരിടാൻ കാണിക്കുന്ന ധൈര്യമാണ് യഥാർത്ഥ ധൈര്യം. മറ്റുള്ളവരെ ആക്രമിക്കാൻ എടുക്കുന്നതിന് ധൈര്യം എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള, പ്രതിസന്ധികളെ ഏറ്റുവാങ്ങാൻ തയ്യാറുള്ള മാനസികാവസ്ഥയാണ് ധൈര്യം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ മുത്തച്ഛനിലൂടെ പഠിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അദ്ദേഹം ഒരുപാട് ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങാൻ അസാമാന്യമായ ധൈര്യം വേണം. ആ രൂപത്തിലുള്ള ധൈര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ KSUവിൻ്റെ വലിയ ഒരു തട്ടകത്തിൽ
ചുറ്റും നിന്നും പല രൂപത്തിലുള്ള ആക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷത്തിൽ എല്ലാം നിരവധി തവണ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആക്രമണത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഏറ്റുവാങ്ങാൻ ഞാൻ ധൈര്യം കാണിച്ചിരുന്നതാണ്. എന്തും ഏറ്റുവാങ്ങാൻ. അവസാനം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അതിശക്തമായ പോലീസ് ആക്രമണത്തിന് വിധേയം. ശിവദാസ് മേനോൻ്റെയോടൊപ്പം എൻ്റെ പുറത്ത് മുഴുവൻ തൊലിയും അന്ന് പോലീസ് അടിച്ച് നിരപ്പാക്കിയതാണ്. പക്ഷെ അത് കൊള്ളാൻ ഏത് മർദ്ദനത്തെയും ഏറ്റുവാങ്ങാൻ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി, ആശയത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ ഉള്ള ധൈര്യം എനിക്കുണ്ട്. അല്ലാതെ കൊടുക്കാനുള്ള ധൈര്യമല്ല, ഏറ്റുവാങ്ങാനുള്ള ധൈര്യമാണ്. ഏറ്റുവാങ്ങാനുള്ളത്. അതിലാണ് ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടത് എന്ന പക്ഷക്കാരനാണ് ഞാൻ. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിർവചനമാണ് അത്. എസ്പെഷ്യലി തീർച്ചയായിട്ടും. SFI എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അതിന് നേതാക്കന്മാരെന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് മനസ്സ് തയ്യാറായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറം കോളേജ് ക്യാമ്പസ് എന്ന് പറയുന്നത് സൗഹൃദങ്ങൾക്ക് ഇടം നൽകുന്ന വലിയൊരു വേദിയാണ്, വലിയൊരു സ്ഥലമാണ്. അപ്പം തീർച്ചയായും. എങ്ങനെയാണ് ആ ഒരു സൗഹൃദങ്ങളെ എങ്ങനെയൊക്കെയാണ് ചേട്ടന്റെ ലൈഫിനെ എത്രത്തോളം അത് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായും കോളേജ് ക്യാമ്പസിലെ ജീവിതത്തിൽ നമ്മൾ ഉള്ള ബന്ധങ്ങൾ അത് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പങ്കെടുക്കുമ്പോഴും എന്നോടൊപ്പം മത്സരിച്ച KSUവിൻ്റെ നേതാക്കളുണ്ട്. അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സൗഹൃദം ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. SFIക്കാരെ പോലെ തന്നെ ഞങ്ങളിപ്പോഴും വലിയ സുഹൃത്തുക്കളാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് വലിയ സമ്പത്തായി ഞാൻ കാണുകയാണ്. ഒരു കാലത്ത് ഞങ്ങൾക്ക് വേർപിരിയാൻ കഴിയാത്ത സൗഹൃദ അന്തരീക്ഷം വിദ്യാർത്ഥി സംഘടനാ കാലത്ത് വ്യത്യസ്ത രാഷ്ട്രീയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ കറണ്ട് പൊളിറ്റിക്സിലും ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വ്യക്തി സൗഹൃദങ്ങൾ അത് തീർച്ചയായും ആശയപരമായ എന്ത് സംഘർഷം ഉണ്ടെങ്കിലും വ്യക്തിപരമായ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള സൗഹൃദത്തിൽ ഒരു കുറവും വരുത്താറില്ല. അത് സ്വാഭാവികമായും നിങ്ങളെപ്പോലുള്ള സ്വതന്ത്രമായ അന്വേഷകർക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അത് കാത്തു സൂക്ഷിക്കണമെന്ന നിലപാടാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ മാറ്റിമറിക്കുമെന്ന് പറയാറുണ്ട്. ഉം. അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാടാണോ ചേട്ടനുള്ളത്? തീർച്ചയായും സൗഹൃദങ്ങൾ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ അത് സമപ്രായക്കാർ തമ്മിലുള്ള സൗഹൃദം മാത്രമല്ല, വിവിധ പ്രായഘടനയുള്ളവരുമായിട്ടുള്ള സൗഹൃദമാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുത്തത്. വിവിധ പ്രായഗണനത്തിൽപ്പെട്ടവർ, ഉയർന്ന പ്രായത്തിൽപ്പെട്ടവരെല്ലാം ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ സൗഹൃദം കൊണ്ട്, അവരുമായുള്ള സമ്പർക്കം കൊണ്ട്, അതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, എൻ്റെ പൊതുജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള സമപ്രായക്കാർ തമ്മിലുള്ളൊരു സൗഹൃദമെന്നോ അല്ലെങ്കിൽ സമാനമായ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടനാ പ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദം എന്ന നിലയ്ക്ക് മാത്രമല്ല കാണുന്നത്. എല്ലാ സൗഹൃദങ്ങളും നമുക്ക് പഠിക്കാൻ നിരവധി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ നിരവധി അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ആലത്തൂരിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ വളർന്നു വന്ന ഓരോ ഘട്ടങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു നാടാണ്. ആലത്തൂരില് 2 തവണയും നമ്മൾ തന്നെ വിജയിച്ചു. അതും വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടെ വിജയിച്ചു. ആലത്തൂരിലെ മണ്ണില് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് പോലും ഒരുപാട് ആളുകൾ വന്നിട്ട് ഇന്നലെ വിളിച്ചിരുന്നു. ഇനി നാളത്തെ ഒരു കാര്യത്തെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറെ ആളുകൾ വന്ന് വിഷ് ചെയ്യുന്നു. എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു സൗഹൃദം അവിടെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ആലത്തൂരിന്റെ മണ്ണിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ? ആലത്തൂരിലെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അത് തികച്ചും കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ണാണ്. കർഷകരുടെ മനസ്സ് നമുക്കറിയാലോ. ഏറ്റവും നിസ്വാർത്ഥരായ മനുഷ്യരാണ് കർഷകർ. ഏറ്റവും ക്ഷമാശീലരാണ് കർഷകർ. ആ കാർഷിക സംസ്കൃതി ആലത്തൂരിലെ മണ്ണിലുണ്ട്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കരായ ആ മനുഷ്യർക്കിടയിൽ നിഷ്കളങ്കമായി നമ്മൾ പെരുമാറുക എന്നതിലാണ് വിശ്വാസം കിടക്കുന്നത്. അവരെ വഞ്ചിക്കാതിരിക്കുക, നുണ പറയാതിരിക്കുക, സത്യസന്ധമായി നിലപാടെടുക്കുക. അത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ അത് അവർക്ക് ബോധ്യപ്പെട്ടുകൊള്ളും. ആ രൂപത്തിൽ നിഷ്കളങ്കമായ മനുഷ്യരോടൊപ്പം അവരെപ്പോലെ തന്നെ പെരുമാറാൻ പരിശ്രമിക്കുന്നതിലാണ് ഞാൻ ആനന്ദം കണ്ടെത്തുന്നത്. അവരെപ്പോലെ ആവാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അത്രമാത്രം ഉന്നതിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇനി ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ മനുഷ്യൻ്റെ ഒരു സാംസ്കാരിക തലത്തിലേക്ക്, അവരുടെ നിഷ്കളങ്കതയിലേക്ക് ഇനിയും ഒരുപാട് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവരാണ് എന്നെക്കാളും വലുപ്പമുള്ളവർ. ഈ ആലത്തൂരിലെ തീർച്ചയായിട്ടും. മനുഷ്യരാണ്. തീർച്ചയായിട്ടും. പാലക്കാടിനൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് 2025 നമ്മളെല്ലാവരും പറയുന്നതാണ്. നമ്മുടെ ഈ ഒരു കേരളത്തിൽ നമ്മൾ ആ ഒരു കൾച്ചറിലോട്ട് നമ്മൾ എത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ പാലക്കാടിന് അങ്ങനെയല്ല. പാലക്കാട് എന്നും
ഈ പറയുന്ന പോലെ തനിമയോടുകൂടെ പാലക്കാടിന്റെ പരമാവധി നിലനിർത്താൻ പരിശ്രമിക്കുന്നുണ്ട്. പരിശ്രമിക്കുന്ന ഒരു ജില്ലയാണ്. അതിലിപ്പോ ഇപ്പൊ സ്വാഭാവികം. തന്നെ ഓൾറെഡി ഇവിടെ ഉത്സവമാണ് നടക്കുന്നത്. ആ. ഈ അതിരാവിലെയും ഒരുപാട് ആളുകൾ വന്നു ഉം. പ്രാർത്ഥിക്കുന്നു. ആ ഒരു ആംബിയൻസ് തന്നെ വളരെ അതെ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മൾ ആലത്തൂരിന്റെ ഇവിടെ തന്നെ ഈ ഒരു തൂക്കുപാലമാണ് ഇന്നലെ അതെ. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതെ. ഇന്നലെയാണ് ഇനാഗ്രേഷൻ കഴിഞ്ഞത്. ഇന്നലെയാണ്. ഇന്നലെയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ആരാധനായ എം പി വന്ന് ഉദ്ഘാടനം നടത്തി. ഉം. ഈ തൃപ്പാളൂർ ശിവക്ഷേത്രം വളരെ പുരാതനമായ മഹാശിവക്ഷേത്രമാണ്. അതിലേക്കുള്ള വിശ്വാസി സമൂഹത്തിന് വേണ്ടിയാണ് ഇത് പ്രധാനമായും ബജറ്റ് നിർദ്ദേശമായി ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറായി. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തൂക്കുപാലമാണ്. കാണുമ്പോ തന്നെ നല്ലൊരു കൗതുകമുണ്ട്. ഇത് ഏത് പുഴ? ഇത് ഗായത്രി പുഴയാണ്. ആ. ഈ ഗായത്രി പുഴ ഭാരതപ്പുഴയിൽ ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുബന്ധ പുഴയാണ് ഗായത്രി പുഴ. ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ കൗതുകം കാരണം വരുന്നവരുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതിന് ആവശ്യമായിട്ട് വരുന്നവരുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് യഥാർത്ഥത്തിൽ വിവിധ വിശ്വാസ സമൂഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ, കുട്ടികൾ, വിവിധ ദേശങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഈ പാലം പണിതിട്ട് കുറച്ചായി. ഉദ്ഘാടനം ഇന്നലെ നടന്നേ ഉള്ളൂ. നിരവധി ദിവസമായി വലിയ തിരക്കാണ്. നല്ല ആംബിയൻസാണ്. ഇതിനോടനുബന്ധിച്ച് നിരവധി കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലവും ടൈക്കേ ബ്രേക്ക് പോലുള്ള സംവിധാനവും ഓപ്പൺ സ്റ്റേജും കുളിക്കടവും ബലിതർപ്പണത്തിനുള്ള വേദിയും എല്ലാം ഇവിടെ ഇതിന്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. തന്നെ. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഉം. ഇതില് വരാറുണ്ട്. ഈ പാലത്തെ ഉപയോഗപ്പെടുത്തും എന്ന് കരുതുകയാണ്. ഇവിടെ ഒരു ജനപ്രതിനിധിയാണെന്നുള്ളത് ഉം. പോകുന്ന സമയത്തോ എല്ലാവർക്കും ഒരു സ്വന്തം ഫീലാണ് അല്ലേ? തീർച്ചയായിട്ടും. അവരെല്ലാം എൻ്റെ കുടുംബാംഗങ്ങളല്ലേ, എൻ്റെ നാട്ടുകാരാണ്. ഇനി അമ്പലത്തില് നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ ആംബിയൻസിൽ നിൽക്കുമ്പോ തന്നെ എന്റെ ഓർമ്മയിൽ വരുന്നത് നമ്മള് നിയമസഭയിൽ അവതരിപ്പിച്ചൊരു ബില്ലാണ്. അന്ധവിശ്വാസ അനാചാര നിർമ്മാർജ്ജന ബില്ല്. നിർമ്മാർജ്ജനം. അത് എങ്ങനെയാണ് ആ ഒരു ബില്ലിലേക്ക് എത്തുന്നതും? അത് എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു. ഞാൻ ആ നിയമസഭയിൽ വളരെ എൻ്റെ അനുഭവങ്ങൾ വെച്ച് പറയുകയുണ്ടായി. ഈ വിശ്വാസത്തെ, യഥാർത്ഥ മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും സംരക്ഷിക്കുന്നതിനാണ് അന്ധവിശ്വാസ അനാചാരത്തിനെതിരായ ബില്ല് അവതരിപ്പിക്കുന്നത് എന്നതാണ് എൻ്റെ ആമുഖം. ആ നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. വിശ്വാസികൾ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കരാണ്. അത് ഏത് മതവിശ്വാസികളാണെങ്കിലും ഏത് ദൈവവിശ്വാസികൾ. ആ നിഷ്കളങ്കരായ മതവിശ്വാസികളെയും ദൈവവിശ്വാസികളെയും ചൂഷണം ചെയ്യുന്ന, കച്ചവട മനസ്സോടുകൂടി നടക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് അനാചാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ ക്രിമിനലുകളെ മാറ്റി നിർത്തുക, വിശ്വാസികളെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടിലാണ് ഞാൻ ആ ബില്ല് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, പള്ളികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് ഞാൻ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ തൂക്കുപാലവും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കുളിക്കടവും ബലിതർപ്പണത്തിനുള്ള വേദിയും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാളും ഈ അമ്പലത്തിന് വേണ്ടി MLA ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ എല്ലാ വിശ്വാസികൾ എത്തിച്ചേരുന്ന എല്ലാ ആരാധനാലയങ്ങളുടെ മുൻപിലും ഹൈമാസ്റ്റ്, മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അപൂർവം വരുന്ന പള്ളികളോ കാവുകളോ ഒഴികെ മറ്റെല്ലായിടത്തുമായി. അപ്പോൾ അത് വിശ്വാസികളോടുള്ള എൻ്റെ വിശ്വാസമാണ്. വിശ്വാസികൾ നല്ല മനുഷ്യരാണ്. അവരെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് അന്ധവിശ്വാസത്തിനെതിരായ ബില്ല് ഞാൻ അവതരിപ്പിച്ചത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഭയങ്കര പ്രതികരണങ്ങളായിരുന്നു. സത്യത്തിൽ ആ ബില്ല് അവതരിപ്പിച്ച ദിവസം എനിക്ക് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. ഫോൺ കോളുകളായിരുന്നു, ഭീഷണിയായിരുന്നു ഭൂരിപക്ഷം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മതവിശ്വാസികളെ വഞ്ചിക്കുന്നവർ, അന്ധവിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, അവരാണ് സംഘടിതമായ ആക്രമണത്തിന് മുതിർന്നത്. ഞങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വ്രണപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഫോണിലൂടെ അസഭ്യം ചൊരിഞ്ഞത്. അപ്പോൾ അതുണ്ടാവും. പക്ഷേ ഇവിടുത്തെ എൻ്റെ നാട്ടിലെ വിശ്വാസികൾക്കറിയാം, എന്നെ അറിയുന്ന ഞാൻ താമസിക്കുന്ന ഗ്രാമം കാട്ടുശ്ശേരി ഗ്രാമം. അവിടെ മഹാഭൂരിപക്ഷം പേരും 90% പേരും 95% പേരും വിശ്വാസികളാണ്. അവിടെ എനിക്ക് 99% വോട്ടാണ് ആ ബൂത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം എനിക്ക് ലഭിക്കുന്നത്. വിശ്വാസ സമൂഹം, ഞാൻ ദൈവവിശ്വാസിയല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു അമ്പലത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി പോകുന്നവരല്ല. നിരവധി ചടങ്ങുകളിൽ പോവും, എല്ലാ ഉത്സവങ്ങളെയും പ്രോത്സാഹിപ്പിക്കും, എല്ലാ ഉത്സവങ്ങൾക്കും പിന്തുണ നൽകും. പക്ഷേ അത്തരത്തിലുള്ളൊരു വിശ്വാസിയല്ല എന്നറിയാമായിരുന്നു. ഇപ്പം
അവരേറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് തന്നെയാണ്. തിരിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഈ നിഷ്കളങ്കരായ വിശ്വാസികളെയാണ്. അവരെ നമുക്ക് വിശ്വസിക്കാം. അവർ അവരെ ഒരിക്കലും വിശ്വസിക്കുക. ചതിക്കില്ല. അതെ, തീർച്ചയായിട്ടും. വിശ്വാസികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ നിഷ്കളങ്കതയിലേക്കാണ് നമ്മൾ എത്താൻ ശ്രമിക്കുന്നത് എന്നതില്. ഇനി നമ്മളിപ്പോ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഒരു ഡിസിഷന് സ്വാഭാവികമായിട്ടും പല ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ആ ഒരു വിൽ പവർ അതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് അതിലോട്ട് എത്തുന്നത് പല പല റിജക്ഷനിലൂടെയും സെലക്ഷനിലൂടെയും പല രീതിയിലുള്ള ഈ പറയുന്ന പോലെയുള്ള പ്രതിസന്ധികളെയൊക്കെ നേരിട്ടുകൊണ്ടാണ്. അങ്ങനെ ജീവിതത്തിനെ മാറ്റിമറിച്ച കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ലൈഫിൽ നമ്മൾ പറയുമല്ലോ, നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ല, സത്യത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ എനിക്കൊരു തടസ്സവും ഒരു മേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. വല്ലാത്ത പ്രതിസന്ധിയോ ത്യാഗമോ ഒന്നും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കുടുംബാന്തരീക്ഷം അങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാണ്, എൻ്റെ ഭാര്യ അവർ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരച്ഛൻ്റെ മോളാണ്. പക്ഷെ അവളിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ്. അവൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയ കുടുംബത്തിൽ പിറന്നപ്പോഴും അവർ ഏറെക്കുറെ എൻ്റെ വിശ്വാസ പ്രമാണവുമായി യോജിച്ചു പോകുന്നവരാണ്, മതനിരപേക്ഷ മനസ്സുള്ളവരാണ്. അവർ ഈ പറഞ്ഞ രൂപത്തിൽ അവളൊന്നും ദൈവവിശ്വാസിയല്ല, താലി പോലും ചാർത്തിയിട്ടില്ല ഞങ്ങളുടെ വിവാഹത്തിൽ. അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നത് അവർക്കോ എനിക്കോ നിർബന്ധമില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്, സ്നേഹിക്കുന്നത് ഈ വിശ്വാസികളെയാണ്, അവരുടെ നിഷ്കളങ്കതയാണ്. അവരുടെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ത്യാഗവും പ്രതിസന്ധിയൊന്നും എനിക്ക് അനുഭവിച്ച് എൻ്റെ വിശ്വാസ പ്രമാണവുമായി നടക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു അമ്പലത്തിന്റെ ഇവിടെ നിൽക്കുമ്പോ തന്നെ ചെറുപ്പ കാലഘട്ടം ഈ ഒരു നാട്ടിൽ തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു ഓർമ്മകളൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഉൾത്തിരിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ. ആ സമയത്തുള്ള നമ്മുടെ കുറച്ച് കുറച്ച് കുസൃതികളും നമ്മളുടെ എന്താ പറയാ, നമ്മൾ പറയുമല്ലോ, നമ്മൾ വളർന്നു വന്ന സാഹചര്യം നമ്മൾ മാറ്റിയെടുക്കുന്ന അത്തരം ഓർമ്മകളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സത്യത്തിൽ എൻ്റെ കുസൃതി തരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വികൃതികൾ എന്നെല്ലാം പറയുന്നത് പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് തന്നെ കുഞ്ഞുനാളിൽ മുതൽ അത്തരത്തിലുള്ള വികൃതികളേ ഉള്ളൂ. അല്ലാതെ വല്ലാതെ മറ്റൊരു തരത്തിലുള്ള വികൃതി തരത്തിലേക്കൊന്നും പോകാൻ അനുവദിക്കില്ല. ഞങ്ങൾ സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും പരക്കാട്ട് കാവിൻ്റെ ക്ഷേത്ര മൈതാനത്ത് ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടം മുതൽ പ്രീ ഡിഗ്രി കാലം വരെ അവിടെ എല്ലാ ദിവസവും പോകും വൈകുന്നേരത്ത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ വിശ്വാസികളും മറ്റു കുട്ടികളും എല്ലാം, എൻ്റെ കൂട്ടുകാരെല്ലാം നല്ല ഇത്തരം വിശ്വാസ കുടുംബങ്ങളിൽ വരുന്നവരും. അവരുമായി ഈ പറഞ്ഞ പോലെ ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് തീരുക. പിന്നെ സിനിമയ്ക്ക് പോവുക, ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക. ഇതാണ് ഏറ്റവും വലിയ വികൃതി എന്ന് പറയുന്നത്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുകയാണ്. അപ്പോഴും എനിക്ക് അതിൽ ഇപ്പോഴാണ് അഭിമാനം തോന്നുന്നത്. കാരണം ഞാൻ ആദ്യമായി ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത് ഞാൻ 9ാം ക്ലാസ്സിൽ മറ്റു പഠിക്കുമ്പോൾ. അന്ന് ഞാൻ പോയി കണ്ട, ക്ലാസ് കട്ട് ചെയ്ത് പോയി പാലക്കാട് ചെന്ന് കണ്ട സിനിമ ശങ്കരാഭരണമാണ്. അപ്പോൾ ആ ഇളം പ്രായത്തിൽ എനിക്ക് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു സിനിമയല്ല, ഇത്തരത്തിലുള്ള സിനിമ കൂടി കാണാൻ കൊതിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഏറ്റവും ഗഹനമായ വായനകൾ നടത്തിയിരുന്നത് ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ സ്ഥിരം വായനക്കാരനായിരുന്നു. അപ്പോൾ അതിലെ നോവലുകൾ, മുൻപേ പറക്കുന്ന പക്ഷികളെല്ലാം അതിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തതാണ്. അത്തരത്തിലുള്ള നിരവധി അപ്പോൾ എൻ്റെ സാഹിത്യ അഭിരുചി, സാംസ്കാരിക അഭിരുചി അല്ലെങ്കിൽ ഭാഷയിലെ വ്യക്തത എല്ലാം കിട്ടാൻ യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയുള്ള വികൃതി തരങ്ങളും അതിനുവേണ്ടിയുള്ള ഒളിച്ചുകളികളും അങ്ങനെയുള്ള സംഗതികളാണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. ചെറുപ്പ കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളുടെ കൂടെയുള്ള നമ്മുടെ ഒരു പാഷൻ ഉണ്ടാവുമല്ലോ, ചെറുപ്പം മുതലേ വളർന്നു വന്നിട്ടുള്ള അത്തരത്തിലുള്ള പാഷനുകൾ എന്തൊക്കെയായിരിക്കും? അതിൽ പാഷൻ എന്ന് പറയുന്നത് യാത്രയാണ് യഥാർത്ഥത്തിൽ ഇഷ്ടം. പക്ഷേ പലപ്പോഴും ഇപ്പോൾ യാത്രയ്ക്ക് വലിയ പരിമിതികൾ വരികയാണ്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുക, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ഈ പറഞ്ഞ രൂപത്തിൽ കൂട്ടുകാരോട് ഒത്തിരിക്കുക എന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാണാറുള്ളത്. പിന്നെ കളിയാക്കുക, ഏറ്റവും ഇഷ്ടമുള്ളവരെ ഞാൻ ഏറ്റവും അധികം കളിയാക്കും. അതെനിക്കൊരു അപ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോൾ പലപ്പോഴും എന്നോട് ഇങ്ങനെ ലഹള കൂടുന്നത്, നിങ്ങൾ എന്തിനാ അങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് ചോദിക്കും. ഞാൻ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും. എൻ്റെ അനിയത്തിയായിരുന്നു ഏറ്റവും ഇഷ്ടം, അപ്പോൾ അവളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ
പരസ്പരം കടിച്ച് കീറി മാന്തി അങ്ങനെ ശരീരത്തിലെല്ലാം മുറിവുകൾ വരും. അത് ആ സ്വഭാവം ഇപ്പോഴും മാറ്റാൻ പലപ്പോഴും കഴിയുന്നില്ല. അതിൻ്റെ ചില ദോഷങ്ങളും ഉണ്ട്. ആ. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, കളിയാക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ ഞാൻ സംസാരിക്കും. അത് അവർക്ക് എങ്ങനെ അനുഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തിരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതെൻ്റെ ഒരു അല്ല അത് ദുസ്വഭാവമായിട്ടുള്ള സ്വാഭാവികമായിട്ട് കുട്ടിയാണ്. പക്ഷെ പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് എന്നത് അതെ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ കളിയാക്കുന്നത്. നിയമസഭയിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും ഞാൻ ഒരു ഇത്തിരി ഇങ്ങനെ എപ്പോഴും പ്രതിഭാഹരിയെ കളിയാക്കിക്കൊണ്ട് ഞാൻ ചില വാചകങ്ങൾ ഉപയോഗിക്കും. അപ്പൊ അതിനർത്ഥം അത് അവരോട് ഭയങ്കര അവരോട് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഒരു സഹോദരിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, എൻ്റെ അനിയത്തിയെ പോലെ. അതാണ് അല്ല അപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അനിയത്തിയെ ഈ സമയത്ത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം ചെറുപ്പം മുതലേ അത് കിട്ടിയിട്ടുള്ള അതെ, ഒരാൾ അത് ഞങ്ങൾ അനിയത്തിയായിരിക്കും. 4 ജ്യേഷ്ഠന്മാർക്ക് ഒരു അനിയത്തിയാണ്. ആ. ഏറ്റവും ഇളയതാ ഞാൻ, 4ാമത്തെ. അപ്പോൾ അവളുടെ തൊട്ട് മൂത്ത ആൾ ഞാനാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് താഴെയുള്ളവരെ ആണല്ലോ നമുക്ക് കളിപ്പിക്കാൻ പറ്റുക. അതെ. മൂത്തവരോട് നമ്മുടെ വിളവ് നടക്കില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അങ്ങനെയുള്ള ഒരു അപ്പൊ മൂത്ത ആര് ജ്യേഷ്ഠന്മാരിൽ നിന്ന് ചേട്ടൻ അത് അത്രത്തില് കിട്ടിയിട്ടുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം വലിയ വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല. 1.5 വർഷം ഗ്യാപ്പിൽ അന്നത്തെ ഗ്യാപ്പിലാണ്. ഒരു അതെ. ആചാരം അനുസരിച്ച് നടക്കുന്ന അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരും. കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവള് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കളിക്കാനുള്ള ഒരു ഉപകരണം കിട്ടിയതുപോലെ അനിയത്തിയെ പാവം. കിട്ടിയെന്നുള്ളതാണ്. അതെ. എന്നിട്ട് അനിയത്തിയുടെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് കല്യാണം കഴിച്ച് ഉണ്ടായിരുന്ന ഇപ്പൊ പേരക്കുട്ടിയായി എല്ലായി. ആ അല്ല ഇപ്പം കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിലൊരു സങ്കടം. അല്ല, കളി അത് നമ്മളെ സങ്കട കളിക്കുടുക്കുകയാണല്ലോ. കളി കൊടുക്കുകയാണെങ്കിലും സങ്കടമൊന്നുമില്ല. കാരണം യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു എൻ്റെ അനിയത്തി വിവാഹം കഴിച്ചത്. ഇദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തെ എനിക്ക് കോളേജ് ക്യാമ്പസിൽ അദ്ദേഹം യുക്തിവാദികളുടെ പരിപാടി സംഘടിപ്പിക്കാൻ വരുമ്പോൾ ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തി ഞാനായിരുന്നു. അന്ന് മുതൽ ഞങ്ങളൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുടുംബപരമായി ശരിക്കും ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. പക്ഷെ സ്ത്രീധനമില്ലാത്ത, താലികെട്ടില്ലാത്ത, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹമാണ് അനിയത്തിയുടെ നടന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുവായ ഒരു കുടുംബ പശ്ചാത്തലം. അപ്പോൾ ഒരു കുടുംബത്തിലെ തന്നെ മറ്റൊരംഗവുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിവാഹമായിട്ട് കാണുന്നുള്ളൂ, അല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. അപ്പൊ ആ, അതുകൊണ്ട് അനിയത്തി വളരെ ഒരു സേഫ് ആയിട്ട് വേർപിരിയലൊന്നുമില്ല. കയ്യിലെത്തി. അതെ. സ്വാഭാവികമായിട്ടും എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസന്നൻ ചേട്ടൻ ഒരാളെ കളിയാക്കിയ അതിനർത്ഥം എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഈ പറഞ്ഞതുപോലെ ഞാൻ സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന പ്രതികരണം നടത്താതിരിക്കാൻ പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് കുറച്ച് മുമ്പ് കണ്ടത്. തീർച്ചയായിട്ടും അപ്പോൾ അത് വളരെ വലിയ ക്വാളിറ്റിയാണ്. അത്തരത്തിൽ കൊണ്ടുപോകണം എന്ന് കരുതുന്നതാണ്. അപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. ആ. അവൻ PGക്ക് ചേർന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ അവനൊരു ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇളയ മകൻ ബിരുദ വിദ്യാർത്ഥിയാണ്. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ BCom ബിരുദ വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ഇയറാണ്. അവർക്ക് രാഷ്ട്രീയത്തിനോടുള്ള അഭിരുചി. അവരെല്ലാം SFI ആണ്. അതെ, മൂത്തമകൻ SFIയിൽ ചെയർമാൻ കാൻഡിഡേറ്റ് ആയിരുന്നു മത്സരിക്കുമ്പോൾ. അവൻ്റെ ക്യാമ്പസ് ഈ പറഞ്ഞ പോലെ ഒരാൾ പോലും നോമിനേഷൻ കൊടുക്കാൻ SFIക്ക് ഇല്ലാത്ത ഒരു ക്യാമ്പസിലാണ് അവൻ ഡിഗ്രിക്ക് ചേർന്നത്. ഇന്ന് എതിരില്ലാതെ ആ ക്യാമ്പസിനെ വിജയിപ്പിച്ചെടുക്കാൻ അവൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇളയ മകനും SFI തന്നെയാണ്. അപ്പം ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അവരെല്ലാവരും അതാണ്. കൊണ്ട് അത് നടക്കുന്നുണ്ട്. നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുവരുന്നതല്ല, അവർ സ്വയം കണ്ടെത്തി അതിലേക്ക് ഈ വരുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തെ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ രാഷ്ട്രീയം എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് തീർച്ചയായും അങ്ങനെ ആവണം. കാലത്തിനനുസരിച്ച് മാറ്റം എല്ലാത്തിലും ഉണ്ടാവണം. മാർക്സിസം തന്നെ അതാണ് പറയുന്നത്. മാറ്റമില്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റം മാത്രം. മാറ്റം മാത്രമാണ്. മാറ്റം അനിവാര്യമാണ്. അപ്പോൾ ഈ കാലം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ ആ രാഷ്ട്രീയത്തിന് നിലനിൽപ്പില്ല. അത് രാഷ്ട്രീയമല്ല. തീർച്ചയായിട്ടും. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര സമൂഹത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരാശയത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഒരു ചിന്താധാരയാണ്. രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നമ്മൾ നേരത്തെ മുത്തച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞു. എന്നാലും ഫാമിലിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മളെപ്പോഴും ഇങ്ങനെ കൗതുകത്തോടു കൂടെ നോക്കിക്കാണുന്ന ഒരു ലീഡർ ആരായിരുന്നു? അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ലീഡർമാരാണെങ്കിൽ നമ്മുടെ CM-നെ തന്നെയാണ്, മുഖ്യമന്ത്രിയെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, ആത്മാർത്ഥത, അദ്ദേഹം മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണ. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് അഭിനയിച്ച് കാണിക്കാൻ കഴിയില്ല. അദ്ദേഹം ജീവിതം കൊണ്ട് അത് കാണിച്ചു തരുന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തന്നെയാണ് ഇപ്പോൾ മാതൃകയായി നമുക്ക് എടുക്കാൻ കഴിയുന്നത്. നമ്മുടെ എതിർ പാർട്ടികളിൽ നിന്ന്, നമ്മൾ എതിർ പാർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെയുള്ളവരാണ്. എന്നാലും അവരിൽ ചില ആളുകൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്ന സ്വാധീനിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിയമസഭയിൽ എന്നെ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിന്ന് സ്വാധീനിച്ച വ്യക്തിത്വം PT തോമസ് ആയിരുന്നു. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം
പി.ടി. തോമസ് അന്ധവിശ്വാസാനാചാരത്തിനെതിരെ ഒരു ബില്ല് ഞാൻ ആദ്യം MLA ആയി നിയമസഭയിലെത്തുമ്പോൾ അദ്ദേഹം ആ ബില്ല് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആശയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോട് ആദരവ് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ സമീപനമെടുക്കുമ്പോൾ അതിൽ പൂർണ്ണമായി അദ്ദേഹം അടിയുറച്ചു നിൽക്കുമായിരുന്നു, ചാഞ്ചാട്ടമില്ല. അപ്പോൾ തൻ്റെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ എനിക്കിഷ്ടമാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഈ തിരക്കിനിടക്കൊക്കെ സിനിമയ്ക്ക് പോകാനായിട്ട് ഈ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, സിനിമയ്ക്ക് പോകാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. ആ തിരുവനന്തപുരത്താണെങ്കിലും വീട്ടിൽ വന്നാലും കുടുംബസമേതം പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എൻ്റെ മക്കളും ഭാര്യയും ചില സമയത്ത് അമ്മയെല്ലാം സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അമ്മയ്ക്ക് 85 വയസ്സ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഏട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെ എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. പരമാവധി സിനിമകൾ കാണും. അത് അതിന് ശരി. അപ്പൊ കാണാൻ അത് നല്ല അത് നമുക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഇഷ്ടമുള്ള ഏത് കാര്യം. ജോണറാണ് നല്ല ഏറ്റവും സിനിമകൾ. ഇഷ്ടപ്പെടുന്നത്? ഏത് ജോണറാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? അതങ്ങനെ ചോദിച്ചാൽ എല്ലാ സന്തോഷം ഉണ്ടാക്കണം. അങ്ങനെയാണോ? സന്തോഷം ഉണ്ടാക്കണം എല്ലാം. പക്ഷെ അതുപോലെ തന്നെ മറ്റ് വളരെ സീരിയസ് ആയ സിനിമകൾ കാണും. പ്രധാനമായിട്ടും എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ തന്നെയാണ്. പക്ഷെ പുതിയ നടന്മാരുടെ അങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ അത് കാണാൻ ഏറ്റവും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ആ ഓക്കെ. ഇനി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ രാഷ്ട്രീയത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇന്നത്തെ രാഷ്ട്രീയം ഒരു സോഷ്യൽ മീഡിയ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ ആക്റ്റീവ് ആവാൻ എനിക്ക് കഴിയുന്നില്ല. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് ആക്റ്റീവ് ആവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന വസ്തുതയാണ്. കാരണം അതിന് എൻ്റെ മക്കളുടെ അറിവ് പോലും എനിക്കില്ല, സ്വാഭാവികമാണ്. അതെ. അവ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ പുറകിലാണ്. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ അല്ലെങ്കിൽ ബാലസംഘത്തിൻ്റെ പ്രവർത്തകർ, അവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവരിലൂടെയാണ് ചില സോഷ്യൽ മീഡിയ വർക്കുകൾ ചെയ്യുന്നത്. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കും, അവരുടെ കൂടെ നിന്ന് കൊടുക്കും. അതാണ്. ശരിക്കും സോഷ്യൽ മീഡിയയില് എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്വന്തം അക്കൗണ്ട് വേണ്ട, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഇപ്പൊ ഇവിടെ നിന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞു ഇന്നലത്തെ പരിപാടി കൊള്ളാം, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ വേണ്ട, അമ്പലത്തിന് തൊട്ടടുത്ത് ഒരു കോഫി ഷോപ്പ് കൊണ്ടുവരുന്നു. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സ്ഥലത്തും അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സോഷ്യൽ മീഡിയയിലിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന കണ്ടന്റുകളാണ്. അത് കണ്ടന്റ് ചെയ്യാൻ ഞാൻ പറയാറുണ്ട് കൂട്ടുകാരോട്. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ കണ്ടന്റ് ചെയ്യാറുണ്ട്. എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും അത്യാവശ്യം ഇത്തരം റീലുകളെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. നല്ല റീച്ച് പലതിനും കിട്ടാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ട് സോഷ്യൽ മീഡിയ. ശ്രദ്ധിക്കാറുണ്ട്, തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ആധുനിക കാലത്തെ പുതിയ സോഷ്യൽ മീഡിയ വിങ്ങുകൾ അത്രമാത്രം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയില്ല. ഇപ്പോഴും ഈ ഞങ്ങളുടെ എല്ലാം പ്രായഘടനയിൽപ്പെട്ടവർ ചെയ്യുന്ന ഫേസ്ബുക്കും വാട്സപ്പും ഇതെല്ലാമാണ് ഇപ്പോഴും കൂടുതൽ കേന്ദ്രീകരിച്ചത്. സൗഹൃദങ്ങളെ കൊണ്ടുവരാറുണ്ട്. കാരണം നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും തുടങ്ങിയ സമയത്ത് നമ്മൾ പറയായിരുന്നു പഠിച്ച കാലത്തുള്ള സൗഹൃദങ്ങളെ തിരിച്ചെടുക്കാനായിട്ട് സാധിച്ചിരുന്നു. അതിൽ കുറച്ച് പോരായ്മയാണ്. യഥാർത്ഥത്തിൽ ഈ റീയൂണിയൻ ചടങ്ങുകൾക്കൊന്നും എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരം സൗഹൃദങ്ങൾ, വ്യക്തിപരമായ അത്തരം ബന്ധങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് എനിക്ക് അവതരിപ്പിക്കാൻ പരിമിതിയുണ്ട്, കഴിയാത്ത പ്രശ്നമാണ്. കൂടുതലും ഇപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. കാരണം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സ്വാഭാവികമായിട്ടും പറയും നമ്മൾ കോമ്രേഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്, യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ഇവിടെ വന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നതും അത് തന്നെയാണ്. എല്ലാവരും വിശ്വാസികളാണ്. ആ വിശ്വാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തു കഴിഞ്ഞു, ഇനിയും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും വളരെ വലിയ കാര്യമാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഇനി ഒരുപാട് ആളുകളുമായിട്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഞാൻ പറയാൻ കാരണം ഒരുപാട് ആളുകൾ ടീസ് ചെയ്തു എന്നതിനർത്ഥം ഒരുപാട് സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അടുത്ത സൗഹൃദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണല്ലോ. അപ്പൊ അത്തരത്തിൽ ഇനിയും ഒരുപാട് ഉണ്ടാവാൻ സാധിക്കട്ടെ. താങ്ക് യു. വെരി നൈസ്. താങ്ക് യു.